ചൂണ്ടിക്കാണിക്കുന്നത്. ഇപ്പോൾ കൂടുതൽ വിവരങ്ങളുമായി കമലേഷ് തെക്കേക്കാട് ഞങ്ങളുടെ പ്രതിനിധി ചേരുകയാണ്. കമലേഷ്, ബജറ്റ് നാം തത്സമയം കണ്ടു. അതിൻ്റെ പോയിന്റുകളും പ്രാധാന്യങ്ങളിലേക്കും ഒക്കെ വരാം. ഭാരതമെന്ന് കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം, കേരളമെന്ന് കേട്ടാലോ തിളയ്ക്കണം ചോര നമുക്ക് ഞരമ്പുകളിൽ എന്ന വാക്യം പറഞ്ഞിട്ടാണ് ബജറ്റ് അവസാനിച്ചത് തന്നെ. അപ്പോൾ ഒരു രാഷ്ട്രീയ പ്രഖ്യാപനം, ഒരു സമ്പദ്ഘടനയുടെ ആസ്തി കൂട്ടിക്കുഴയ്ക്കൽ, വരവ് ചെലവ് കണക്കുകൾ എന്നതിനപ്പുറത്തേക്ക് ബജറ്റിൻ്റെ ആ ക്ലീഷേ ഡെഫിനിഷൻ അപ്പുറത്തേക്ക് ചില മാനങ്ങളുണ്ട്, രാഷ്ട്രീയ മാനങ്ങളുണ്ട്. അതുകൊണ്ടാണല്ലോ നിയമസഭയിൽ അത് അവതരിപ്പിക്കുന്നത്. അതൊക്കെ അവിടെ നിൽക്കട്ടെ, നമുക്ക് ബജറ്റ് അവതരണത്തിലേക്കൊക്കെ വരാം. ഈ ബജറ്റ് അവതരിപ്പിച്ചത് നാം തത്സമയം കണ്ടല്ലോ. ഇതിന് ശേഷം പ്രതിപക്ഷ നേതാവും പ്രതിപക്ഷ നേതാക്കൾ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഈ ബജറ്റിൻ്റെ പോരായ്മയെ ചൂണ്ടിക്കാണിച്ചത്, അല്പം മുമ്പ് നടന്ന വാർത്താ സമ്മേളനത്തിൽ ചൂണ്ടിക്കാണിച്ചത് എന്തൊക്കെയാണ്? കമലേഷ് തെക്കേക്കാട്. അജിൻഷാദ്, പ്രധാനമായും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ, അതുപോലെ തന്നെ പി കെ കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള ആളുകൾ ഈ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിട്ടുള്ളത് ഇത് ഒരു രാഷ്ട്രീയ ബജറ്റ് അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പ്രഖ്യാപനം നടത്തുന്ന ഒരു കാര്യമായി ഇത് മാറി രാഷ്ട്രീയ ആരോപണങ്ങൾ ഉന്നയിച്ച് ബജറ്റിന്റെ പവിത്രത നഷ്ടപ്പെടുത്തി എന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട ഒരു ആരോപണം. അതായത് കേന്ദ്ര സർക്കാരിനെതിരെയും പ്രതിപക്ഷത്തിനെതിരെയും ഒക്കെ ഈ വിഷയത്തിൽ, അതായത് റവന്യൂവുമായി ബന്ധപ്പെട്ട് അതുപോലെ തന്നെ കേന്ദ്രം നൽകാനുള്ള തുക സംബന്ധിച്ച കാര്യങ്ങളിലടക്കം ചില രാഷ്ട്രീയ ആരോപണങ്ങൾ ഉന്നയിച്ച്, അതായത് ക്രിയാത്മകമായ എന്തെങ്കിലും ഒരു നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെക്കാൻ ഈ ബജറ്റിലൂടെ കഴിയില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു ആരോപണമായി കൊണ്ടുവന്നിട്ടുള്ളത്. ഇതിന്റെ ബജറ്റിന്റെ പവിത്രത നഷ്ടപ്പെടുത്തി എന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട ഒരു ആരോപണം. അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനം ആരംഭിച്ചത് എന്നുള്ളതാണ്. അതോടൊപ്പം കാർഷിക മേഖലയെ തീർത്തും നിരാശപ്പെടുത്തുന്ന ബജറ്റാണിത് എന്നുള്ളതാണ്. അതിൽ ആകെ പ്രഖ്യാപിച്ചത് ഈ റബ്ബർ കർഷകർക്ക് വേണ്ടി റബ്ബറിന്റെ താങ്ങുവില എന്നുള്ളത് 10 രൂപ വർദ്ധിപ്പിച്ചു. അത് 170 ആയിരുന്നു നേരത്തെ, ഇപ്പോൾ 180 രൂപയാക്കി ഉയർത്തി. ഈ തരത്തിൽ 10 രൂപ വർദ്ധിപ്പിച്ച് റബ്ബർ കർഷകരെ അപമാനിക്കുന്ന ഒരു നിലയാണ് ഉണ്ടായിട്ടുള്ളത് എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ആരോഗ്യ മേഖലയിലൊക്കെ വലിയ പ്രഖ്യാപനങ്ങൾ നടത്തിയിട്ടുണ്ട്. നിലവിൽ കഴിഞ്ഞ വർഷവും ഇതുപോലെ തന്നെ വലിയ പ്രഖ്യാപനങ്ങൾ നടത്തിയെങ്കിൽ പോലും ഏതെങ്കിലും തരത്തിൽ അവ നടപ്പിലാക്കുന്നതിന് സർക്കാരിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ആരോഗ്യ മേഖലയിൽ കഴിഞ്ഞ വർഷം മാത്രം 119 കോടി പ്രഖ്യാപിച്ചെങ്കിൽ പോലും കൊടുത്തതാകെ 60 കോടി രൂപയാണ് എന്നുള്ളതാണ്. ഈ കാരുണ്യ പദ്ധതിയൊക്കെ, കാരുണ്യ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയൊക്കെ ആകെ അവതാളത്തിലാകുന്ന ഒരു നിലയിലേക്ക് കാര്യങ്ങൾ പോയി. ഈ ചില സ്വകാര്യ ആശുപത്രികളെല്ലാം തന്നെ ഈ ഫണ്ട് കൃത്യമായി നൽകാത്തത് കൊണ്ട് തന്നെ സ്വകാര്യ ആശുപത്രികൾ ഒരുമിച്ച് ഒരു തീരുമാനമെടുക്കുന്ന നിലയുണ്ടായി. അതായത് ഈ കാരുണ്യ ആരോഗ്യ ഇൻഷുറൻസ് കാർഡുകൾ തങ്ങളുടെ ആശുപത്രികൾ സ്വീകരിക്കേണ്ടതില്ല എന്നൊരു തീരുമാനത്തിലേക്ക് പോലും സ്വകാര്യ ആശുപത്രികൾ എത്തിച്ചേരുന്ന ഒരു നിലയുണ്ടായി. ആ നിലയിൽ കാരുണ്യ പദ്ധതിയൊക്കെ താറുമാറായി പോകുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. അപ്പോൾ പോലും 119 കോടി അന്ന് പ്രഖ്യാപിച്ചിട്ട് പോലും ഇതാണ് സാഹചര്യം. നിലവിലും ചില പ്രഖ്യാപനങ്ങൾ ഉണ്ടായിട്ടുണ്ട്, പക്ഷേ എത്രത്തോളം ഇത് നടപ്പിലാക്കാൻ കഴിയും എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നു. അതോടൊപ്പം ഈ ഇടുക്കി പാക്കേജ്, അതുപോലെ തന്നെ വയനാട് പാക്കേജ് ഒക്കെ, ഈ പുനരുദ്ധാരണ പാക്കേജുകളൊക്കെ നേരത്തെയും പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. കോടികൾ ഇതിനു വേണ്ടി പ്രഖ്യാപിക്കുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ പ്രഖ്യാപിച്ചതിന്റെ 1% തുക പോലും ചെലവഴിക്കാൻ സംസ്ഥാനത്തിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അതായത് ഈ പ്രഖ്യാപനം അദ്ദേഹം ഉദ്ദേശിക്കുന്നത് ഇത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങളെ മുഖവിലേക്ക് എടുക്കേണ്ടതില്ല, അവയൊന്നും നടപ്പാക്കാൻ പോകുന്നില്ല എന്നൊരു വ്യംഗ്യം, അങ്ങനെ ഒരു അർത്ഥത്തോടു കൂടിയാണ് അദ്ദേഹം ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുള്ളത്. 1% പോലും ഈ ഇടുക്കി പാക്കേജിനും വയനാട് പാക്കേജിനും ഒന്നും കഴിഞ്ഞ തവണ ചെലവഴിച്ചിട്ടില്ല, അല്ലെങ്കിൽ അത് നടപ്പാക്കിയിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതുപോലെ തന്നെ നികുതി നിർദ്ദേശങ്ങൾ, ഈ നികുതി പിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചില നിർദ്ദേശങ്ങൾ ഈ ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷേ അവ എത്രത്തോളം പ്രായോഗികമാണ് എന്നത് തർക്ക വിഷയമാണ് എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. അത് മാത്രമല്ല, ഈ പ്രതിപക്ഷ നേതാവിന്റെയും കടുത്തുരുത്തി MLA യും വേങ്ങര MLA യും അടക്കം പറവൂർ MLA യും അടക്കമുള്ളവർ നിരന്നിരുന്ന് പ്രതിപക്ഷത്തിന്റെ കാര്യങ്ങൾ വിശദീകരിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത ശരിയാണ്, ബജറ്റ് ഒരു സാമ്പത്തിക ക്രയവിക്രയങ്ങളുടെ പ്രഖ്യാപനം എന്നതിനപ്പുറത്തേക്ക് രാഷ്ട്രീയ മാനങ്ങളിലേക്ക് പോയി എന്ന് പറയുന്നു. അതൊരു ശരിയായ പ്രതിപക്ഷ വിമർശനവുമാണ്. അതിനപ്പുറത്തേക്ക് കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതങ്ങൾ, കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കുന്ന വിഹിതങ്ങൾ ഒക്കെയും കൃത്യമായി ലഭിക്കുന്നുണ്ട്. സംസ്ഥാനം മാത്രമാണ് ഈ വിഷയത്തിൽ കുറ്റക്കാർ. അതായത് കോൺഗ്രസിൻ്റെ UDFൻ്റെ ദേശീയ നേതൃത്വം ഇന്നലെ ഖാർഗെ കൂടി പറഞ്ഞ സാഹചര്യത്തെ ലംഘിക്കുന്ന തരത്തിൽ കേന്ദ്ര അനുകൂലവും സംസ്ഥാനത്തിനെതിരുമായ ഒരു നിലപാട് പ്രതിപക്ഷ നേതാവ് സ്വീകരിച്ചു എന്ന് പറയാമോ? കാരണം ഈ വിഹിതങ്ങളുടെ കാര്യത്തിലുള്ള കേന്ദ്രം കൃത്യമായി നൽകിയിട്ടുണ്ട്, സംസ്ഥാനത്തിൻ്റെ പിടിപ്പുകേടാണ് എന്ന രീതിയിലല്ലേ പ്രതിപക്ഷ നേതാക്കൾ, പ്രത്യേകിച്ച് വി ഡി സതീശൻ പറഞ്ഞത്? കമലേഷ് തെക്കേക്കാട്. തീർച്ചയായും ഏറ്റവും പ്രസക്തമായ ഒരു കാര്യം അത് തന്നെയാണ്.
ഇപ്പോൾ ഈ കേന്ദ്രത്തിനെതിരെ വലിയ പ്രക്ഷോഭത്തിലേക്ക് സംസ്ഥാന സർക്കാർ പോകുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. അതിന് പിന്താങ്ങുന്ന നിലയിലാണ് ഇപ്പോൾ മറ്റ് ഇതര സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും മന്ത്രിമാരും അടക്കം ഇത് സമാനമായ വിഷയം ഉന്നയിച്ചുകൊണ്ട് ഡൽഹിയിൽ പ്രക്ഷോഭത്തിൽ ഒരുങ്ങുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ നിലവിൽ ഇപ്പോൾ പ്രതിപക്ഷ നേതാവിന്റെ വാർത്താ സമ്മേളനത്തിൽ അതായത് കോൺഗ്രസ് തന്നെ ഭരിക്കുന്ന കർണാടകയിലടക്കം അവരുടെ നിലപാടുകളെ തള്ളിക്കൊണ്ടാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് ചില കാര്യങ്ങൾ സൂചിപ്പിച്ചിട്ടുള്ളത്. ഇതിൽ ഈ കേന്ദ്ര വിഹിതം സംബന്ധിച്ച വിഷയത്തിൽ ആളുകളെ ജനങ്ങളെ ആകെ അതുപോലെ തന്നെ മാധ്യമപ്രവർത്തകരെ ആകെ സർക്കാർ കബളിപ്പിക്കുകയാണ് എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അദ്ദേഹം പറയുന്നത് ഇപ്പോൾ ഉദാഹരണ സഹിതം പറയുന്നത് ഒരു 100 രൂപ കേന്ദ്രം സംസ്ഥാനത്തിന് നൽകുന്നുണ്ടെങ്കിൽ അത് 5 വർഷത്തേക്കുള്ള തുകയാണ് ഈ നൽകുന്ന 100 രൂപ. അത് ഓരോ വർഷങ്ങളിൽ ഇപ്പൊ ഈ വർഷം 20 രൂപയും അടുത്ത വർഷം 20 രൂപയും അതിന്റെ അപ്പുറത്തെ വർഷം 40 രൂപയും നൽകി കഴിഞ്ഞാൽ പിന്നീട് നൽകുന്നത് എന്ന് പറയുന്നത് ബാക്കിയുള്ള അവശേഷിക്കുന്ന തുകയാണ്. അത് ചിലപ്പോൾ അടുത്ത വർഷം 10 രൂപയും അതിനപ്പുറത്തെ വർഷം 5-ാമത്തെ വർഷം 10 രൂപയുമായിരിക്കും. പക്ഷെ സ്വാഭാവികമായും ഇതിനൊക്കെ ധനമന്ത്രി മറുപടി പറഞ്ഞേക്കും. തുടർന്ന് അദ്ദേഹം അക്കമിട്ട് ഒരുപക്ഷെ പ്രതിപക്ഷ നേതാവിന്റെ വാർത്താ സമ്മേളനത്തിലെ വിവരങ്ങൾ മന്ത്രിയുടെ ഓഫീസ് തീർച്ചയായും കേട്ടിട്ടുണ്ടാകും. തീർച്ചയായും ഇതിനുള്ള മറുപടി തുടർന്നുള്ള മണിക്കൂറുകളിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നമുക്ക് തത്സമയം കേരള വിഷന്റെ പ്രേക്ഷകർക്ക് നൽകാനുമാകും. കമലേഷ് തെക്കേക്കാട്, ഇനി നമുക്ക് ബജറ്റിലേക്ക് വന്നാൽ ഏതാണ്ട് 2 മണിക്കൂറിലധികമായി എടുത്ത ബജറ്റ് പ്രഖ്യാപനങ്ങളിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പ്രധാനമായും എടുത്തു പറയേണ്ടത്? ഈ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ക്ഷേമ പെൻഷനുകളുടെ കാര്യമാണ്. ക്ഷേമ പെൻഷനുകൾ ഒരു രാഷ്ട്രീയമായി ജനങ്ങളുടെ ഇടയിൽ പർച്ചേസിംഗ് കപ്പാസിറ്റി ഉയർത്താനുള്ളതാണ്. കാരണം നിർമ്മല സീതാരാമനൊക്കെ അതിനെ എതിർത്തിരുന്നല്ലോ. ക്ഷേമ പെൻഷനുകൾ, കിറ്റുകൾ നൽകുന്നത് ശരിയായൊരു സാമ്പത്തിക രീതിയല്ല എന്നൊക്കെ. അപ്പോൾ വലതുപക്ഷ രാഷ്ട്രീയത്തിനെതിരെ ക്ഷേമ പെൻഷനുകൾ നൽകുന്ന ഏതെങ്കിലും സൗജന്യമല്ല, പർച്ചേസിംഗ് കപ്പാസിറ്റി വർദ്ധിപ്പിച്ചുകൊണ്ട് വിപണിയെ കൂടുതൽ സജീവമാക്കുന്ന ഇടപെടലുകളാണ്. അത് ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ സാമ്പത്തിക നയത്തിൻ്റെ ഭാഗമാണെന്നൊക്കെ വലിയ പ്രഖ്യാപനങ്ങൾ നടത്തിയവരാണ്. 2500 രൂപയാക്കും ക്ഷേമ പെൻഷൻ എന്നായിരുന്നു സർക്കാരിൻ്റെ LDFൻ്റെ വാഗ്ദാനം. യഥാർത്ഥത്തിൽ 1600 തന്നെ 6 മാസമായി കുടിശ്ശികയാണ്. ഇനി അങ്ങോട്ടേക്ക് 1600-ൽ കൂടുതൽ ഉണ്ടാകില്ല, അല്ലെങ്കിൽ കൂട്ടുന്നില്ല എന്ന സൂചനയൊക്കെയാണ് ഇന്നത്തെ ബജറ്റിൽ വന്നത്. അതടക്കം എന്തൊക്കെ കാര്യങ്ങളാണ് മെറിറ്റ്സ് ആൻഡ് ഡീമെറിറ്റ്സ് ആയി എടുത്തു പറയാനാവുന്നത് നിഷ്പക്ഷ നിരീക്ഷണത്തിൽ? കമലേഷ് തെക്കേക്കാട്. അജിൻഷാദ്, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മൾ രാവിലെ തൊട്ട് ഈ വിഷയം സംസാരിക്കുമ്പോഴെല്ലാം പറഞ്ഞുകൊണ്ടിരുന്നത് ജനങ്ങളാകെ, കേരളമാകെ ഉറ്റുനോക്കിയിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വർധനവുണ്ടാകുമോ എന്ന കാര്യമാണ്. അക്കാര്യത്തിൽ ഇപ്പോൾ ഒരു തീരുമാനമായിരിക്കുന്നു. സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ വർദ്ധിപ്പിക്കുന്നില്ല, അതിൽ വർധനവുണ്ടാകില്ല. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം ഇന്ന് ധനമന്ത്രി പറഞ്ഞത് ഈ നിലവിലെ സാഹചര്യത്തിൽ ഇപ്പോൾ കുറച്ച് മാസങ്ങളായി ഈ പെൻഷൻ മുടങ്ങിക്കിടക്കുന്ന സാഹചര്യമുണ്ട്. അത് വരും നാളുകളിലും ആ നിലയിൽ തന്നെ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. പക്ഷേ അവ കൃത്യമായി കൊടുക്കാനുള്ള പദ്ധതികൾ ഉണ്ടാക്കും, ആ നിലയിലുള്ള ഒരു തീരുമാനത്തിലേക്ക് പോകും എന്നതാണ് ഏറ്റവും പ്രധാനമായും ഈ വിഷയത്തിൽ നമുക്ക് പറയാൻ കഴിയുക. അതായത് ധനമന്ത്രി വ്യക്തമാക്കിയിട്ടുള്ള ഒരു കാര്യം, അതായത് പെൻഷൻ വർദ്ധിപ്പിക്കുന്നില്ല, സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വർദ്ധിപ്പിക്കുന്നില്ല, പക്ഷേ നിലവിലുള്ള പെൻഷൻ കൃത്യമായി മുടങ്ങാതെ കൊടുക്കാനുള്ള നടപടികൾ കാര്യക്ഷമമായി മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ളതാണ് ഒരു പ്രഖ്യാപനമായി വന്നിട്ടുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിലടക്കം നമ്മൾ ഈ വിഷയവുമായി സംസാരിക്കുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട വിഷയം അത് തന്നെയായിരുന്നു. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വർദ്ധിപ്പിക്കാൻ സാധ്യതയില്ല, പക്ഷേ നിലവിലെ പെൻഷൻ കൃത്യമായി മുടങ്ങാതെ കൊടുക്കാനുള്ള സൗകര്യം ഉണ്ടാക്കും. അല്ലെങ്കിൽ അത് മാത്രമല്ല, ഈ സർക്കാർ ഉദ്യോഗസ്ഥർക്കൊക്കെ, സർക്കാർ ജീവനക്കാർക്കൊക്കെ വലിയ ആശ്വാസമുണ്ട്. കാരണം ഈ 6 മാസമായി കുടുങ്ങിക്കിടക്കുന്ന കുടിശ്ശിക DA കുടിശ്ശിക ഏപ്രിൽ മുതൽ നൽകി തുടങ്ങുമെന്നാണ് പറയുന്നത്. തീർച്ചയായും അത്തരത്തിലുള്ള, അതായത് നിലവിൽ നൽകിക്കൊണ്ടിരുന്ന ആനുകൂല്യങ്ങളെല്ലാം തന്നെ അതിൽ പ്രത്യേകിച്ച് വർധനവൊന്നും വരുത്താതെ കൃത്യമായി ലഭിക്കുന്നതിനുള്ള ഇടപെടൽ സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകും എന്നുള്ളതാണ് പ്രധാനമായും ഈ വിഷയത്തിൽ പറഞ്ഞിട്ടുള്ളത്. അതിൽ ഏറ്റവും പ്രധാനമായും ആളുകളൊക്കെ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നത് ഒരു തെരഞ്ഞെടുപ്പ് വരാനിരിക്കുകയാണ്. സ്വാഭാവികമായും ചെറിയ തോതിലെങ്കിലും ഈ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ അല്ലെങ്കിൽ ഈ DA അടക്കമുള്ള കാര്യങ്ങളിലൊക്കെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു അദ്ദേഹം പറഞ്ഞു, മാജിക്കുകൾ കാണിക്കാൻ പ്രാപ്തമായ ഒരു വടിയും തന്റെ പക്കലില്ല എന്ന് KN ബാലഗോപാൽ പറഞ്ഞു. കാരണം ആ രീതിയിലാണ് കേന്ദ്രം വരിഞ്ഞു മുറുക്കിക്കൊണ്ടിരിക്കുന്നതെന്ന്. ഈ സൂര്യോദയ സമ്പദ്ഘടന അതെന്താണ്? എനിക്ക് എക്കണോമിക്സ് അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണ് ഞാൻ കമലേഷ് അതിന്റെ വിശദീകരണത്തിലേക്ക് വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇപ്പം നമുക്കൊരു അതിഥി കൂടിയുണ്ട്, രാജേന്ദ്രൻ പന്തളം. അദ്ദേഹം ഒരുപക്ഷെ അത് വിശദീകരിച്ച് നൽകുമായിരിക്കും. എന്താണ് ഈ സൂര്യോദയ സമ്പദ്ഘടന? അതാണല്ലോ നമ്മുടെ മന്ത്രി സ്ട്രെസ് ചെയ്ത് പറഞ്ഞത്. അതറിയാമോ താങ്കൾക്ക്? ശ്രീ അത് റൈസിംഗ് ഇക്കോണമി എന്നുള്ള അർത്ഥത്തിൽ അദ്ദേഹം